ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. എന്താണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്? അപ്പോൾ ചില നിയമങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നോക്കാം. ദി കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ടു ഫോം കോമ്പൗണ്ട്സ് ഇസ് ഗവേൺഡ് ബൈ ദി ഫോളോവിങ് 5 ബേസിക് ലോസ്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന 5 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളൊക്കെ കൂടിച്ചേർന്നിട്ട് എന്തായി മാറുന്നത്? സംയുക്തങ്ങളായിട്ട് മാറുന്നത്. അതായത് എലമെൻറ്റ്സ് ഒക്കെ കൂടിച്ചേർന്നിട്ട് കോമ്പൗണ്ട്സ് ആവുന്നതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് താഴെ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ആ നിയമങ്ങൾ? ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ശരിക്കും 5 നിയമങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. രണ്ടാമത്തത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. മൂന്നാമത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. നാലാമത്തത് ഗെയ്-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. അടുത്തത് അവഗാഡ്രോസ് ലോ. അങ്ങനെ 5 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എലമെൻറ്റ്സ് എന്തായിട്ട് മാറുന്നത്? കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ നിയമങ്ങളായിട്ട് ഓരോ ലോസ് ആയിട്ട് നമുക്കൊന്ന് നോക്കിപ്പോവാം. ആദ്യത്തെ നിയമമായിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട്, ലോ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിലിറ്റി ഓഫ് മാറ്റർ എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ ആൻ്റണി ലാവോയിസിയർ. അതായത് ആൻ്റണി ലാവോയിസിയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റാണ് ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു ലോ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്ററിനെ അല്ലെങ്കിൽ ദ്രവ്യത്തെ നിർമ്മിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ സാധ്യമല്ല. വി ക്യാൻ ഓൺലി കൺവേർട്ട് വൺ ഫോം ഓഫ് മാറ്റർ ടു അനദർ ഫോം. എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു ഫോമിലുള്ള മാറ്ററിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഒരു പുതിയൊരു ദ്രവ്യത്തെ നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നാണ് പറയുന്നത്. കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനും ചേട്ടാ അതിപ്പോൾ എന്തിപ്പോൾ പറഞ്ഞെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ നമുക്ക് കുറച്ചും കൂടി ഒന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ, അതായത് ഒരു കെമിക്കലായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ റിയാക്ഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്കെ എന്ത് സംഭവിക്കുന്നത്? ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് റിയാക്റ്റൻസ് എന്തായിട്ട് മാറുന്നുണ്ട്? പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെ മാറുന്ന സമയത്ത് റിയാക്റ്റൻസിൻ്റെ മാസും പ്രൊഡക്റ്റിൻ്റെ മാസും സെയിം ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി പറയാം. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ്, അതായത് റിയാക്റ്റൻസിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നത്? ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്ട്സ്. അതായത് റിയാക്റ്റൻസിൻ്റെ മാസ് നോക്കിക്കഴിഞ്ഞാലും പ്രൊഡക്ട്സിൻ്റെ മാസ് നോക്കിക്കഴിഞ്ഞാലും തുല്യമായിരിക്കും. ഓക്കെ, കൂടുകയില്ല, അതുപോലെ തന്നെ കുറയുകയില്ല, തുല്യമായിരിക്കും. ഓക്കെ, കെമിക്കൽ ഈക്വേഷൻസ് ആർ ബാലൻസ്ഡ് അക്കോർഡിംഗ് ടു ദിസ് ലോ. ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെമിക്കൽ ഈക്വേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾ മാസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാസ് അല്ലെങ്കിൽ എലമെൻസിൻ്റെ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പറയാം. ഇപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 10-20 എണ്ണം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ നമുക്ക് അറ്റോമിക് നമ്പർ അറിയാം, മാസ് നമ്പർ നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊരു വഴി? നമുക്ക് മാസ് നമ്പർ അറിയാനായിട്ട് എന്തൊരു വഴി? നമുക്കിത് മെമ്മറൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചില ഐഡിയാസ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ദ എലമെൻറ്റ് സോർട്ടഡ് ബൈ അറ്റോമിക് മാസ്. ഇവിടെ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ചില എലമെൻസിനെ, ഞാനൊരു 20 എലമെൻസിൻ്റെ പേരാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. നോക്കാം അപ്പോൾ എങ്ങനെ നമുക്ക് മാസ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ 1 ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത്, അതാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. എത്രയാണെന്ന് പറയുന്നത്? 1 ആണ്. 1.00797 ആണ്. പക്ഷെ സിമ്പിളായിട്ട് നമ്മൾ ഇത്രയും ഒരു വലിയൊരു സംഖ്യ എഴുതി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെഴുതാം? 1 എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ടിപ്പ് ഇതാണ്, ഹൈഡ്രജൻ്റെ മാസ് 1 ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ +1 പഠിക്കുന്ന സമയത്ത് ഹൈഡ്രജൻ്റെ മാസ് 1 ആയിട്ട് സങ്കല്പിച്ചാൽ മതി, അല്ലെങ്കിൽ 1 ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനിയുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എലമെൻസിൻ്റെ ഒക്കെ മാസ് നമ്പർ കാണണമെങ്കിൽ അറ്റോമിക് നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഏകദേശമാണ് കേട്ടോ, ശരിക്കും അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമ്മൾക്ക് തൽക്കാലത്തിന് ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നത്, നമ്മൾ മിക്കവാറും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാർബൺ, അതുപോലെ തന്നെ ഹൈഡ്രജൻ,
ഓക്സിജൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം, നൈട്രജൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള എലമെൻസിൻ്റെ മാസ് നമ്പർ കാണാനായിട്ട് സിമ്പിളാണ്. അറ്റോമിക് നമ്പറിൻ്റെ ഏകദേശം ഇരട്ടിയായിരിക്കും. പക്ഷേ ഹൈഡ്രജൻ്റെത് ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാം. നമുക്കൊന്ന് നോക്കി പോകാം അത്. അപ്പോൾ അറ്റോമിക് നമ്പർ 1 ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് സെയിം ആണ്, 1 ആണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി രണ്ടാമത്തെ ഹീലിയം. അപ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മാസ് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും. എത്രയാണ്? 4 ആണ്. ലിഥിയത്തിൻ്റെ ആണെങ്കിലോ 3 ആണ് അറ്റോമിക് നമ്പർ, ഇരട്ടി 6 ആണ്. ഓക്കെ, 6.941 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ 7 എന്ന് എഴുതാം. അത് ലിഥിയൊന്നും നിങ്ങൾക്ക് വരാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഏതാനും ചിലത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഏകദേശം ഇരട്ടിയാണ് എന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി ബെറിലിയം വരുന്നുണ്ട്. ബെറിലിയം ശരിക്കും ഇരട്ടിയൊന്നുമല്ല, 4 ആണ് വരുന്നത്. അതിൻ്റെ മാസ് വരുന്നത് 9 ആണ്. പക്ഷേ ബോറോൺ നോക്കുക, 5, അതിൻ്റെ ഇരട്ടി 10 ആണ് വരുന്നത്. കാർബണിൻ്റെ ആണെങ്കിൽ 6, അതിൻ്റെ ഇരട്ടി 12 ആണ്. ഇതൊരു ഐഡിയ മാത്രമാണ് കേട്ടോ. ഇത് എല്ലായിടത്തും നമുക്ക് സ്യൂട്ട് ആവില്ല. പക്ഷേ എങ്കിൽ കൂടി +1 നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിനൊക്കെ ഇരട്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാസ് നമ്പർ ആയിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അല്ലാതെ മാസ് നമ്പർ ഒന്നും നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നൈട്രജൻ ആണെങ്കിൽ എക്സാക്ട്ലി 7 നിങ്ങൾക്ക് തരാവുന്നതാണ്. അത് 14 ആണ്. ഓക്സിജൻ തീർച്ചയായിട്ടും ഉണ്ട്, 8. 8ൻ്റെ ഇരട്ടിയാണ് 15.9 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 16 ആണ് അതിൻ്റെ അറ്റോമിക് മാസ് വരുന്നുണ്ട്. 15.9 അല്ലേ, അതിന് നമ്മൾ എന്താക്കി എഴുതും? 16 ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇനി ഫ്ലൂറിൻ്റെതാണെങ്കിൽ 9 ആണ്, പക്ഷേ അത് 19 ആണ്. പക്ഷേ ഏകദേശം 18 പോയിൻറ്റ് സംതിങ്. നിങ്ങൾക്ക് ഏകദേശം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. നൈട്രജൻ, ഓക്സിജൻ, അതുപോലെ തന്നെ പിന്നെ ഏതായിരുന്നു, ഹൈഡ്രജൻ, അങ്ങനെയുള്ള ഏതാനും ചില സംഭവങ്ങൾ മാത്രമേ വരൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എടുക്കുക. നിങ്ങൾക്ക് ഏകദേശം അറ്റോമിക് നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ സൾഫറിന് നോക്കിയാൽ 16 ആണ്. 16ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 32 ആണ് വരുന്നത്. ഓക്കെ, ഏകദേശം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് നോട്ട് ഓൾവേസ്, എല്ലായ്പ്പോഴും അങ്ങനെയല്ല, പക്ഷേ ഇങ്ങനെയാണ് ബേസിക്കലി എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾക്ക് അതിൻ്റെ ഒരു ഇലുസ്ട്രേഷൻ പറയാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കൺസിഡർ ദ റിയാക്ഷൻ 2H2 + O2 gives 2H2O. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒരു റിയാക്ഷനാണ്, 2 സൈഡുകൾ കൊടുത്തിട്ടുണ്ട് അവിടെ. ഏത് സൈഡൊക്കെയാണ്? 2H2 + O2 എന്ന് പറയുന്നത് റിയാക്റ്റൻ സൈഡാണ്. ഓക്കെ, ഗീവ്സ് 2H2O എന്ന് പറയുന്നത്, അതായത് ആ ഒരു ഏരോ മാർക്കിന് അപ്പുറത്തുള്ളത് എന്താണ്? പ്രൊഡക്റ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് എന്താണ്? 2 സൈഡിലും മാസ് എന്ന് പറയുന്നത് തുല്യമായിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ എച്ചും ഒയും ആണ് അവിടെ തന്നിട്ടുള്ളത്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ മാസ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ 1 എന്ന് പറയുന്നതാണ് ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ എത്രയാണ്? ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 8 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ ആണല്ലോ. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ളത് റിയാക്റ്റൻ സൈഡിൽ 2H2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 2H എന്ന് പറഞ്ഞാൽ 2, ഇനിയുണ്ട് 2H2 എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര ഉണ്ട്? H 4H ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് H എത്രയാണ്? 4H ഉണ്ട്. ഇനി O2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. O എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓക്സിജൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, അപ്പോൾ O2 എന്ന് പറയുന്നത് എത്രയാണ്? 32 അല്ലെങ്കിൽ 32 ആണ്. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ എത്രയുണ്ട് ടോട്ടൽ? 32 + 4 36 ഗ്രാമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറഞ്ഞത്? നമ്മൾ പ്രൊഡക്റ്റ് സൈഡിൽ 36 ഗ്രാം ഉണ്ടായിരിക്കണം. അപ്പോൾ നോക്കുക, 2H2O എന്നല്ലേ, അപ്പോൾ സെയിം 36 ഗ്രാം തന്നെയാണ് വരുന്നത്. അപ്പോൾ 2 സൈഡിലും, റിയാക്റ്റൻ സൈഡിലും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ സൈഡിലും സെയിം നമ്പർ ഓഫ് അല്ലെങ്കിൽ സെയിം വെയിറ്റ് ആണ് വരുന്നത്, സെയിം മാസ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുള്ളത് സൾഫറും ഫെറോയും കൂടിയിട്ട്, ഫെറം എന്ന് പറഞ്ഞാൽ അയൺ ആണ് കേട്ടോ. സൾഫറും അയണും കൂടിയിട്ട് FeS ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഫെറസ് സൾഫൈഡ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ അവിടെ റിയാക്റ്റൻ സൈഡിൽ 32 ഗ്രാം സൾഫറാണ്. അതുപോലെ തന്നെ ഫെറം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്നത് 56 ഗ്രാമാണ്. ഓക്കെ, ഇത് കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ഫെറസ് സൾഫൈഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് 88 ഗ്രാമാണ്. 2 സൈഡിലും തുല്യമാണ്. ഓക്കെ ആണല്ലോ. 56 + 32 തുല്യമാണ് 88 ഗ്രാം എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതാനായിട്ടുള്ളതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളതിൻ്റെ ഫൈൻഡ് ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്ട്സ്. ഇവിടെ കൊടുത്തിട്ടുള്ള CH4 + 2O2 gives CO2
2H2O എന്ന് പറയുന്നതിൻ്റെ റിയാക്റ്റൻ സൈഡിലുള്ള എത്രയാണ് അതിൻ്റെ മാസ് വരുന്നത്, റിയാക്റ്റൻ സൈഡിലുള്ള മാസ് എത്രയാണ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സൈഡിലുള്ള മാസ് എത്രയായിരിക്കും, രണ്ട് മാസും തുല്യമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ നിയമത്തിലേക്കാണ് പോകുന്നത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. ഇതിനെ ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു പേര് കൂടിയുണ്ട് ഇതിന്. ഓക്കെ, എന്താണ് അതെന്ന് പറയാം. ഈ ഒരു ലോ എന്ന് പറയുന്നത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജോസഫ് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ ജോസഫ് ഫ്രോസ്റ്റ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. ഓക്കെ, അതായത് ഇറ്റ് സേസ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ്, എപ്പോഴും അതിലെന്തായിരിക്കും, എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. നോക്കാം, ദ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ ബൈ മാസ്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. നിങ്ങളിത് വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് നോക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് പല തരത്തിൽ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബി ഫോംഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നമുക്കറിയാൻ പറ്റും. നമ്മൾക്ക് ചുറ്റും ഇപ്പോൾ നിങ്ങളിരിക്കുന്ന സറൗണ്ടിങ്ങിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്താണ്, നൈട്രജൻ ആണെന്ന് അറിയാം, പിന്നീട് ഓക്സിജൻ ആണെന്ന് അറിയാം, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചുറ്റും എന്തുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അത് പല രീതിയിലായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റെസ്പിറേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വിറകൊക്കെ കത്തുന്ന സമയത്ത്, അടുക്കളയിലൊക്കെ വിറകൊക്കെ കത്തുന്ന സമയത്തും എന്തുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോൾ ഞാൻ റെസ്പിറേഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിറകൊക്കെ കത്തിച്ചിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിതിൽ പറയുന്നത്. ഇതിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. നോക്കാം, ഓൾ ദീസ് സാമ്പിൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ സാമ്പിൾസും, നമ്മൾ നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും, അതല്ല വിറക് കത്തിയിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആണെന്നുണ്ടെങ്കിലൊക്കെ, അതിൽ അടങ്ങിയിട്ടുള്ള എലമെൻസിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നോക്കാം, ഓൾ ദീസ് സാമ്പിൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻ ഓൺലി 2 എലമെൻറ്റ്സ്. അതിൽ 2 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണുള്ളത്, കാർബണും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ട്. ഓക്കെ, കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻഡ് ഇൻ എ മാസ് റേഷ്യോ 3:8. അതെങ്ങനെയാണ് റേഷ്യോ പറയുന്നത്, 3:8 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് ഇത് അടങ്ങിയിട്ടുള്ളത്. അത് എവിടെ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ഇതേ റേഷ്യോ തന്നെയായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു റേഷ്യോ കാണുന്നത് എന്നുള്ളതൊന്ന് പറയാം. ഓക്കെ, അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കറിയാം CO2 എന്ന് പറയുന്നതിൽ കാർബൺ എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണമാണുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, കാർബണിൻ്റെ ശരിക്കും അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ 6 അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മാസ് നമ്പർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ C എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർബൺ എന്ന് പറയുന്നതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 12 എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനിയുള്ളത് ഓക്സിജനാണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 8 വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 16. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് CO2 എന്നല്ലേ, അതായത് ഓക്സിജൻ എത്ര ഉണ്ട്, 2 ഉണ്ട്. അതായത് നമ്മൾ 16 × 2 എത്രയാണ് വരുന്നത്, 32 വരുന്നത്. മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായല്ലോ. കാർബൺ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ 12 ഇട്ടു. പക്ഷേ ഓക്സിജൻ 2 ഉണ്ട്, CO2 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് മാസ് വരുന്നത് 32. നമ്മൾ അതിൻ്റെ റേഷ്യോ എഴുതുന്ന സമയത്ത് 12:32 എന്നെഴുതാം, 12:32 എന്നെഴുതാം. ഇത് നമ്മൾ വീണ്ടും ചെറുതാക്കുന്ന സമയത്ത് 12ൻ്റെ പകുതി 6, 32ൻ്റെ പകുതി 16. ഓക്കെ, വീണ്ടും നമ്മൾ പകുതിയാക്കുന്ന സമയത്ത് 6ൻ്റെ പകുതി 3, 16ൻ്റെ പകുതി 8. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ റേഷ്യോ, ഏതാ റേഷ്യോ പറഞ്ഞത്, 3:8 എന്ന് പറയുന്ന റേഷ്യോ വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? അത് എവിടെ നിന്ന് എടുത്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ഈ ഒരു റേഷ്യോയിലായിരിക്കും അതിൻ്റെ മാസ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യമാണ്, ഫൈൻഡ് ദ മാസ് റേഷ്യോ ഓഫ് അമോണിയ. അമോണിയ എന്ന് പറയുന്നത് NH3 ആണ്. NH3യുടെ NH3 എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കോമ്പോണൻസ് ഉണ്ട്? 2 കോമ്പോണൻസ് ആണുള്ളത്, N ഉണ്ട്, H ഉണ്ട്. H എത്ര ഉണ്ട്? 3H ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാസ് റേഷ്യോ എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, സോ അടുത്തത്
ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, മൂന്നാമത്തതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് പറയാം, ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഈ ഒരു നിയമം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് ഈ ഒരു ലോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ്, ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഇഫ് ടു എലമെൻറ്റ്സ് ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, അതായത് രണ്ട് എലമെൻറ്റ്സ് കൂടി ചേർന്നിട്ട് ചിലപ്പോൾ എന്തുണ്ടാവാം, രണ്ടോ അതിൽ കൂടുതലോ തരത്തിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവാം. ദ ഡിഫറെൻറ്റ് മാസസ് ഓഫ് വൺ ഓഫ് ദി എലമെൻറ്റ്സ് ദാറ്റ് കമ്പൈൻസ് വിത്ത് എ ഫിക്സ്ഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ് ആർ ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. ഓക്കെ, ഒന്ന് പറയാം, നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് വാട്ടർ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് എന്തുകൂടി ഉണ്ടാവുന്നുണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ അതെങ്ങനെയാണ് ഉണ്ടാവുക, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന വാട്ടർ ഉണ്ടാവും എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ അതിലെ കണ്ടൻസിൽ വ്യത്യാസം ഉണ്ടാവും. നോക്കാം, ഹൈഡ്രജൻ 2 ഗ്രാമും അതുപോലെ തന്നെ ഓക്സിജൻ 16 ഗ്രാമും കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും, വാട്ടർ ഉണ്ടാവും. എത്ര ഗ്രാമാണ്? 18 ഗ്രാം വാട്ടർ ഉണ്ടാവും. പക്ഷേ ഹൈഡ്രജൻ 2 ഗ്രാമും ഓക്സിജൻ 32 ഗ്രാമും കൂടി ചേർന്നിട്ടാണെങ്കിലാണ് എന്തുണ്ടാവുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോൾ രണ്ട് രീതിയിലാണ് അത് കണക്റ്റ് ആവുന്നത്. ഓക്സിജൻ 16 ഗ്രാം പ്ലസ് ഹൈഡ്രജൻ 2 ഗ്രാം ആണെങ്കിൽ എന്ത് വരും, വാട്ടറായിട്ട് മാറും. വാട്ടറിൻ്റെ മാസ് വരുന്ന 18 ഗ്രാമാണ്. പക്ഷേ ഹൈഡ്രജൻ 2 ഗ്രാമും ഓക്സിജൻ 32 ഗ്രാമും ആണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. അതിൻ്റെ മാസ് വരുന്നത് 34 ഗ്രാമാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതിലാണ് സെയിം ആയിട്ടുള്ളത്, ഏതിലാണ് വ്യത്യാസമുള്ളത്. നമുക്കറിയാം 2 മൂലകങ്ങളാണുള്ളത്, അല്ലെങ്കിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ് നോക്കിയേ, 2 ഗ്രാമാണ് തന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും അത് തന്നെയല്ലേ, രണ്ട് സൈഡിലും, അതായത് വാട്ടർ ഉണ്ടാകുന്ന കേസിലും അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്ന സമയത്തും ഹൈഡ്രജൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 2ആണ്. പിന്നെ ഏതിലെ ചേഞ്ചസ് വരുന്നത്? ഓക്സിജൻ്റെ കേസിലാണ്. ഓക്സിജൻ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കേസിലാണ് വ്യത്യാസം വരുന്നത്. അതായത് വാട്ടർ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഓക്സിജൻ 16 ഗ്രാമാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്ന സമയത്ത് ഓക്സിജൻ 32 ഗ്രാമാണ്. മനസ്സിലായല്ലോ? ഹൈഡ്രജൻ സെയിം ആണ്, പക്ഷേ ഓക്സിജൻ്റെ അളവിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഹിയർ ദ മാസസ് ഓഫ് ഓക്സിജൻ, അതായത് ഇതിൽ ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് 16ഉം അതുപോലെ തന്നെ 32ഉം ആണ് റിയാക്ടൻ സൈഡിൽ. വിച്ച് കമ്പൈൻ വിത്ത് എ ഫിക്സ്ഡ് മാസ്. ഏതിനായിട്ടാണ് അത് കമ്പൈൻ ചെയ്യുന്നത്? ഫിക്സ്ഡ് മാസുള്ള, അതായത് ഹൈഡ്രജൻ്റെ 2 സൈഡിലും സെയിം ആണല്ലോ, 2 ഗ്രാം ആണല്ലോ, അതിനോട് കൂടി ചേരുന്ന സമയത്ത് ഒരു സിമ്പിൾ റേഷ്യോ ആണ് ഫോം ചെയ്യുന്നത്. അതായത് നമ്മളൊന്ന് എഴുതാം, ഓക്സിജൻ്റെ ഡിഫറൻസുള്ളത് ഏതൊക്കെയായിരുന്നു? 16ഉം 32ഉം. അത് നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതി, 16 32 എഴുതി. എഗെയിൻ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തു. 16ൻ്റെ ഇരട്ടിയാണല്ലോ 32, അതായത് നമുക്ക് അതിൻ്റെ റേഷ്യോ കിട്ടി 1:2 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് ഇത് അടങ്ങിയിട്ടുള്ളത്. മനസ്സിലാക്കുക, എത്രയേ ഉള്ളൂ, 2 എലമെൻറ്റ്സ് കൂടി ചേർന്നിട്ട് പുതിയ ഒരു എന്തുണ്ടായി, പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടായി. ഓക്കെ, സെയിം എലമെൻറ്റ്സ് കൂടി ചേർന്നിട്ട് മറ്റൊരു കോമ്പൗണ്ട് കൂടി ഉണ്ടായി. ഏതൊക്കെയാണ് കോമ്പൗണ്ട് ഉണ്ടായിട്ടുള്ളത്? ഒന്നാമത്തെ കോമ്പൗണ്ട് വാട്ടറാണ്, രണ്ടാമത്തെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഈ 2 സന്ദർഭങ്ങളിലും ഹൈഡ്രജൻ്റെ അളവ് എന്ന് പറയുന്നത് തുല്യമാണ്, പക്ഷേ ഓക്സിജൻ്റെ അളവാണ് വ്യത്യാസമുള്ളത്. ആ വ്യത്യാസമുള്ള സംഭവങ്ങൾ നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ റേഷ്യോ ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ലോ എന്ന് പറയുന്ന സംഭവം. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ, അതായത് കാർബൺ ഓക്സിജൻ്റെ കൂടെ ചേർന്നിട്ട് 2 കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്, അതായത് CO2 ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്, CO ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? ഓക്കെ, അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ഗെയ്-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ് എന്താണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു നിയമം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഗെയ്-ലുസാക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ gases combine to form gaseous products, their volumes are in simple whole number ratio at constant temperature and pressure. ഇത് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. നമുക്കറിയാൻ പറ്റും 2 ഹൈഡ്രജൻ ആറ്റവും അതുപോലെ തന്നെ 1 ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നിട്ടാണ് വാട്ടറിൻ്റെ വേപ്പർ ഉണ്ടാവുന്നത്, വാട്ടർ വേപ്പർ ഉണ്ടാവുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, നോക്കുക, 2 ഹൈഡ്രജനും 1 ഓക്സിജനും എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എത്രയാണ്? 2:1 എന്നുള്ളതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ ഇത് പറയുന്നത്. നോക്കാം,
ഇനി അതേപോലെ തന്നെ 100 ml ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ എത്ര ml ഓക്സിജൻ എടുത്താൽ മതി? അതിൻ്റെ പകുതി എടുത്താൽ മതി. അതായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും എന്നല്ലേ പറഞ്ഞത്. അതേപോലെ തന്നെ 100 ml ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ 50 ml ഓക്സിജനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 ml വാട്ടർ വേപ്പർ കിട്ടും. ഓക്കെ, നോക്കാം. Thus the volumes of hydrogen and oxygen which combine together bear a simple ratio 2:1. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2 ഹൈഡ്രജൻ ആറ്റമാണ് എടുത്തിട്ടുള്ളത്, 1 ഓക്സിജൻ ആറ്റമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യമാണ് 2N2 + 3H2 gives 2NH3. ഇതിൽ എന്താണ് ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്? റിയാക്റ്റൻ സൈഡിലുള്ള 2N2 + 3H2 അതിൻ്റെ ഒരു റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് 4ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതുക. ഇനി പറയുന്നത് അവഗാഡ്രോസ് ലോ ആണ്. 5ാമത്തെ അവസാനത്തെ നിയമമാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അമറ്റിയോ അവഗാഡ്രോ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇതിലെന്താണ് സംഭവം എന്നുള്ളത് പറയാം. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിൽ കൂടി ഒന്ന് പറയാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓർ മോളിക്യൂൾസ്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ്, ഏതൊരു ഗ്യാസ് ആണെങ്കിലും തുല്യ അളവിൽ എടുക്കുകയാണെങ്കിൽ, എപ്പോഴാണ്? സെയിം ടെമ്പറേച്ചറും സെയിം പ്രഷറും ആയിരിക്കുന്ന സമയത്ത് ഈക്വൽ വോളിയം എടുക്കുകയാണെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള മോളുകളുടെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എല്ലാത്തിലും തുല്യമായിരിക്കും. ഓക്കെ, നോക്കാം. ഇഫ് യു ടേക്ക് 10 liter ഈച്ച് ഓഫ് NH3, N2, O2 ആൻഡ് CO2 അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതായത് സെയിം ടെമ്പറേച്ചറിലും സെയിം പ്രഷറിലും നമ്മൾ 10 ലിറ്റർ NH3യും N2ഉം O2ഉം CO2 ഒക്കെ എടുത്തെന്ന് വിചാരിച്ചോ, ഇതിലൊക്കെ ഉണ്ടാകുന്ന മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഇതാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഹൈഡ്രജൻ മോളിക്യൂൾസ്, ഓക്സിജൻ മോളിക്യൂൾസ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അങ്ങനെ 3 മോളിക്യൂൾസാണ് കൊടുത്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. സെയിം ടെമ്പറേച്ചറിലും സെയിം പ്രഷറിലും ബലൂൺസ് ഓഫ് ഈക്വൽ വോളിയം, എല്ലാത്തിലും ഈക്വൽ ആയിട്ടുള്ള വോളിയം നിറയ്ക്കുകയാണെങ്കിൽ ഇതിൽ അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? തുല്യമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. He എന്ന് പറയുന്ന ഹീലിയമാണ്. ഹീലിയം, അതുപോലെ തന്നെ O2, H2O, NH3, ഇത്രയും കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്ന ഇത്രയുള്ളൂ. സെയിം വോളിയംസ് ഓഫ് ഗ്യാസസ് പ്രസൻറ്റ് സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സെയിം വോളിയം ആണെങ്കിൽ, സെയിം വോളിയം എപ്പോഴാണ്? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷറും ടെമ്പറേച്ചറുമാണെങ്കിൽ സെയിം വോളിയം നിറച്ചിട്ടുണ്ടെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ മോൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 5 നിയമങ്ങളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യനാണ്. ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പർ അറിയപ്പെടുന്നത് എന്ത് നമ്പർ എന്ന പേരിലാണ്? ഓക്കെ, അത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അറിയില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ, ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.